ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലിവിടെ മഴയാണ് നേരെ സന്ധ്യയായി കഴിയുമ്പം. ഈ ഇരുട്ടത്ത് എന്താണ് തപ്പിത്തടയുന്നതെന്നാണോ? അപ്പം ഇന്ന് നമ്മുടെ മല്ലട അമ്പലത്തിലെ കൊടിയിറക്ക ദിവസമാണ്. അതിൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഞാനുണ്ട്, അണ്ണനുണ്ട്, പാത്തമ്മനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടാണ് അമ്പലത്തിൽ പോയത്. അവിടെ കച്ചവടക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ അന്ന് വീഡിയോ കാണിച്ചപ്പോഴും പറഞ്ഞില്ലേ അവർ അടുത്ത ആഴ്ചയിലേ പോകത്തുള്ളെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു. അവിടെ നമ്മുടെ ഇടയ്ക്കാട് കരയുടെ കുഞ്ഞങ്കരനെ പൊളിച്ചിറക്കിയിട്ടില്ല. അവൻ അതേ കണക്ക് നിൽക്കുകയാണ്. അമ്പലത്തിൽ കയറി തൊഴുതു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൈകൊട്ടിക്കളിയൊക്കെ നടക്കുന്നു. പിന്നെ അതുപോണക്ക് തന്നെ നമ്മുടെ കടത്താഞ്ചേരി കൊട്ടാരം അവിടെ ഉണ്ടായിരുന്ന കൈകൊട്ടിക്കളി. ഞങ്ങൾ അതൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ കൈകൊട്ടിക്കളിയൊക്കെ കണ്ടു. അങ്ങനെ മൊത്തം കാണാൻ നിന്നില്ല, കുറച്ചേ കണ്ടുള്ളൂ. മഴ ആയതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല. ഞങ്ങളിങ്ങ് പോരാമെന്ന് കരുതി. അങ്ങനെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നപ്പം അമ്പലമെന്നാണ് വരുന്നത്. മല്ലട അമ്പലത്തിൻ്റെ ഫ്രണ്ടിലും ശരിക്ക് ആളുകളാണ്. കൊടിയിറക്ക് കാണാനും പിന്നെ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്കാട് കരയുടെ ഭാഗമായിട്ട് ഇലയടയും കഷായം ചുക്ക് കാപ്പിയും ഉണ്ടായിരുന്നു. കഷായം ഇതെന്ത് പറയുന്നത്, എൻ്റെ നാക്കുളുക്കുന്നു. ചുക്ക് കാപ്പിയും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇതൊക്കെ എല്ലാവരും ഞങ്ങളും വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ ഐസൊക്കെ വാങ്ങിച്ച് കുടിച്ചു. നമ്മുടെ കൊടി ഇറങ്ങിയിട്ടില്ല. കൊടി ഇറങ്ങുന്നത് 10:30-ക്കായിരുന്നു. അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ നിൽക്കുമായതുകൊണ്ട് ഞങ്ങളങ്ങനെ നിന്നില്ല. പിന്നെ തിരിച്ചിങ്ങ് പോരുന്നു. കൊടി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു കമ്പം ഉണ്ടായിരുന്നു. അത്ര വലിയ കമ്പമൊന്നും പറയാൻ പറ്റത്തില്ല. 1.5 മണിക്കൂറോളം ഉള്ളായിരുന്നു. കുഞ്ഞു കമ്പമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കമ്പമൊക്കെ കാണാനായിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊടിയിറക്ക് കാണാൻ നിൽക്കാതെ ഇങ്ങ് പോരുന്നത്. കമ്പം മിസ്സാവത്തില്ലേ അതുകൊണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ മീനമാസം ആദ്യത്തെ വെള്ളിയാഴ്ച കൊടിയേറി, 2ാമത്തെ വെള്ളിയാഴ്ച ഉത്സവം, 3ാമത്തെ വെള്ളിയാഴ്ച കൊടിയിറക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു ഐതിഹ്യത്തിൻ്റെ ഒരു പുറകിലാണ് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധസമയത്ത് അർജുനനൊക്കെ ഈ ഒരു വനപ്രദേശത്ത് വന്ന് ഒളിച്ചിരിക്കാൻ വന്നെന്നും അവരെ തേടി ദുര്യോധനൻ ഇവിടെ വന്ന് ക്ഷീണിതനായപ്പം ഒരു കുറവ സമുദായത്തിലെ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കുകയും അങ്ങനെ അവരിലാൽ തൊട്ട് തീണ്ടി അങ്ങനെ എന്തോ ഒരു സംഭവം പറയുമല്ലോ പണ്ടത്തെ കാലത്ത്. അങ്ങനെ ആയതുകൊണ്ട് അപ്പം അന്നത്തെ ആ ഒരു ഇതിൽ ദുര്യോധന മഹാരാജാവ് പറഞ്ഞു, നിങ്ങളുടെ വംശത്തെയും നിങ്ങളുടെ കുലത്തിനെയും നിങ്ങളുടെ കൃഷിയെയും കാത്തുരക്ഷിക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം അങ്ങനെ ഇരുന്നോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന ഒരാൾ പെട്ടെന്ന് തന്നെ യുദ്ധത്തിൻ്റെ ഒരു സമാപന സമയമായപ്പോൾ പോകേണ്ടി വന്നപ്പം അവരോട് പ്രജകളോട് പറഞ്ഞു, ഞാൻ മീനമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച പോകും, 2ാമത്തെ വെള്ളിയാഴ്ച ഞാൻ വരും. അപ്പം ഞാൻ വിജയശ്രീ ലാളിതനായിട്ട് വരികയാണെങ്കിൽ എന്നെ ഇങ്ങനെ എതിരേറ്റാനായിട്ട് ഇങ്ങനെ ഒരുപാട് ചെണ്ടമേള വാദ്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് മുന്നോടിയായിട്ടാണ് ഈ ഉത്സവം നടത്തുന്നത്. പിന്നെ ഒന്നുകൂടി പറഞ്ഞായിരുന്നു, രാത്രി 12 മണി വരെ എന്നെ കാക്കുക, 12 മണിക്ക് ശേഷം ഞാൻ വന്നില്ലെങ്കിൽ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് എനിക്ക് വായ്ക്കിരി പൂജ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ അമ്പലത്തിലെ ഒരു പ്രധാന ചടങ്ങാണ് ഉത്സവത്തിൻ്റെ അന്ന് രാത്രി 12 മണിക്ക് വായ്ക്കിരി പൂജ. അങ്ങനെ ആ ഒരു വായ്ക്കിരി പൂജ കഴിഞ്ഞിട്ട് ബാക്കി 7 ദിവസം വിഷമമാണ്. അങ്ങനെ ആ ഒരു വിഷമത്തിന് ശേഷമാണ് അടുത്ത 3ാം വെള്ളിയാഴ്ച കൊടിയിറങ്ങുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴത്തെ തലമുറയാണ്. അപ്പം പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ, ഇതറിയാവുന്ന ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഉത്സവത്തിൻ്റെയും കൊടിയിറക്കത്തിൻ്റെ ഒക്കെ വിശേഷം. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ.